നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന ദിനം നാളെ 1201 ഇടവമാസം 14-ാം തീയതി, അതായത് 2026 മെയ് മാസം 28-ാം തീയതി വ്യാഴാഴ്ച. നാളെ ഗുരുവാരം. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:05 അസ്തമയം വൈകിട്ട് 6:38 നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം ആരംഭിക്കുന്നത് 1:30 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാണ്. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കാലത്ത് 8 മണി വരെ വെളുത്തപക്ഷത്തിലെ ത്രയോദശിയും 8 മണി കഴിഞ്ഞാൽ പൂർണ്ണമായും വെളുത്തപക്ഷത്തിലെ ഏറ്റവും ശക്തമായ ത്രയോദശി തിഥിയുമാകുന്നു. അതിനാൽ ചന്ദ്രൻ പൗർണമിയിലേക്ക് വരുന്ന ദിവസമിത സമാഗതമായി കൊണ്ടിരിക്കുകയാണ്, ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. നാളത്തെ നക്ഷത്രം കാലത്ത് 8:10 വരെ ചിത്ര നക്ഷത്രവും 8:15 മുതൽ നല്ല ചോതി നക്ഷത്രവുമാണ്. വെളുത്തപക്ഷത്തിലെ ചോതി വളരെ വിശേഷപ്പെട്ടത്. സ്വാത്യാം സാഗര ശുക്തിപതിതം തൻ മൗക്തികം ജായത എന്നാണ് പ്രമാണം. ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അനന്ത സാധ്യതകളുള്ള അമൂല്യമായ രത്നമായി മുത്തായി മാറുന്നു. മൗക്തികം മുത്തായി മാറുന്നു. നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യാം. ചോതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാകുന്നു. തിരുവാതിര, ചോതി, ചതയം. അതിനാൽ സർപ്പപ്രീതി ചെയ്യണം. സർപ്പപ്രീതിരെ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി ചെയ്യണമെന്നാണ് പ്രമാണം. അതിനാൽ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. കേരളത്തിന് വെളിയിലുള്ളവർക്ക്, പ്രിയപ്പെട്ട മലയാളികൾക്ക് എന്ത് ചെയ്യാം? നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയും ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഒരു ശുഭമുഹൂർത്തം ഞാൻ നൽകുന്നത് 11:40 മുതൽ കാലത്ത് 12:05 വരെയുള്ള സമയമാണ്. ആ ഒരു 25 മിനിറ്റ് സമയം ഏത് ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്കിറങ്ങാം. വളരെ അനുകൂലമായ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്താൽ മുഖരിതമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനമെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.